പൃഷ്ഠം തിരിഞ്ഞു നിന്ന് അയ്യപ്പന്റെ മുന്നിൽ ഫോട്ടോ എടുത്ത പോലീസുകാർക്ക് അച്ചടക്ക നടപടികൾ എടുത്തിരുന്നു. എന്നിട്ടും സന്നിധാനത്തെ പോലീസുകാർക്ക് കൂസലൊന്നുമില്ല. പമ്പ ഗണപതി ക്ഷേത്ര നടപ്പന്തലിൽ ഷൂ ധരിച്ച് അകത്ത് കയറി പോലീസ് ഉദ്യോഗസ്ഥർ. ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ അതിശക്തമായ പ്രതിഷേധമായിരുന്നു. പമ്പ ഗണപതി ക്ഷേത്രത്തിന്റെ നടപ്പന്തലിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഷൂ ധരിച്ച് കയറിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഭക്തർക്കിടയിൽ ഉൾപ്പെടെ പ്രതിഷേധം ഉയരുന്നത്. നഗ്നപാതരായിട്ടാണ് തീർത്ഥാടകർ പോലും ഗണപതി ക്ഷേത്രത്തിൽ എത്തുന്നതും പിന്നീട് മല കയറുന്നതും. ഇതിനിടയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഷൂ ധരിച്ച ക്ഷേത്രത്തിന്റെ നടപ്പന്തലിൽ കടന്നത്. പ്രതിഷേധമുയർന്നതോടെ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് ശബരിമല പോലീസ് കോർഡിനേറ്റർ അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഉദ്യോഗസ്ഥർ ഷൂ ധരിച്ച് നടപ്പന്തലിൽ കയറിയത്. ആചാരാനുഷ്ഠാനങ്ങളെ മാനിക്കാത്ത സമീപനം ശബരിമലയിൽ നിയോഗിക്കപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ആവർത്തിക്കപ്പെടുകയാണ്. ഇതിൽ ഭക്തരും അസ്വസ്ഥരാണ്. നേരത്തെ സന്നിധാനത്ത് 18ാം പടിയിൽ നിന്ന് പോലീസുകാർ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തത് വിവാദമായിരുന്നു. ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചും ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഷൂ ധരിച്ച ക്ഷേത്ര നടപ്പന്തലിൽ പോലീസ് കയറിയത്. ഈ മണ്ഡലകാലത്ത് പോലീസിൽ നിന്നും ഗുരുതര വീഴ്ചകൾ ആവർത്തിച്ചിട്ടും വീണ്ടും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ് ഭക്തജന സംഘടനകൾ. പമ്പ മുതൽ സന്നിധാനം വരെയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ആചാര പരിപാവനത കാത്തുസൂക്ഷിക്കണം എന്നതാണ് ഭക്തരുടെ ആവശ്യം. ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് ശബരിമല ഡ്യൂട്ടിക്ക് എത്തുന്ന ഉദ്യോഗസ്ഥർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ അതിൽ വീഴ്ച ആവർത്തിക്കുകയാണ് എന്നും ഭക്തരുടെ കണ്ണിൽ പൊടിയിടാൻ അന്വേഷണം എന്ന പേരിൽ പ്രഹസനം നടത്തിയിട്ട് കാര്യമില്ല എന്നും ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ പറഞ്ഞു. പോലീസിന്റെ പല പ്രവൃത്തിയിലും വ്യാപക ആക്ഷേപമുണ്ടായിട്ടും വീഴ്ചകൾ ആവർത്തിക്കുന്നതിൽ ഭക്തരിലും അമർഷമുണ്ട്. സാധാരണ പോലീസുകാരിൽ നിന്ന് വ്യത്യസ്തരാണ് ശബരിമലയിൽ ഡ്യൂട്ടിയിൽ നിയോഗിക്കപ്പെടുന്ന പോലീസുകാർ. ശബരിമലയിൽ ക്രമസമാധാന പാലനമല്ല വലുത്. അവിടെ സേവന പരതയിലാണ് പോലീസ് പ്രാധാന്യം കൊടുക്കേണ്ടത്. മണ്ഡലമാസങ്ങളിൽ ഇവിടെ ഡ്യൂട്ടി ലഭിക്കാൻ പോലീസുകാർ പ്രത്യേകമായി അപേക്ഷിക്കാറുമുണ്ട്. ഇത് അനുവദിച്ചു കൊടുക്കാറുമുണ്ട്. ശബരിമലയിൽ പോയിട്ടുള്ളവർക്കറിയാം, പ്രത്യേക ഡ്രസ് കോഡാണ് അവിടെ പോലീസിനുള്ളത്. ഇവിടെ ഷർട്ട് ഇൻസേർട്ട് ചെയ്യാതെയാണ് പോലീസുകാർ സേവനം ചെയ്യുക. അയ്യപ്പ സന്നിധാനത്തോടുള്ള ബഹുമാന സൂചകമാണിത്. ലാത്തി കയ്യിൽ വെക്കാറില്ല. പോലീസ് ബെൽറ്റും യൂണിഫോമിന്റെ ഭാഗമല്ല. ബൂട്ടില്ലാത്ത പോലീസിനെ നമുക്ക് സങ്കല്പിക്കാൻ പോലും ആകില്ല. എന്നാൽ ശബരിമലയിൽ പോലീസുകാർ ബൂട്ടണിയാറില്ല, പകരം ചെരുപ്പാണ് ധരിക്കുക. പോലീസുകാർ പരസ്പരം സ്വാമി എന്നാണ് ശബരിമലയിൽ അഭിസംബോധന ചെയ്യേണ്ടത്. മേലുദ്യോഗസ്ഥരെ പോലും സ്വാമി എന്നേ സന്നിധാനത്ത് അഭിസംബോധന ചെയ്യൂ. കൂടാതെ മേലുദ്യോഗസ്ഥനെ കാണുമ്പോൾ സല്യൂട്ട് പ്രോട്ടോകോൾ അവിടെയില്ല. കാരണം ശരിയായ ഡ്രസ് കോഡിൽ അല്ലാത്ത പോലീസുകാർ സല്യൂട്ട് ചെയ്യാൻ പാടില്ല എന്നാണ്. ശബരിമലയിലെ പോലീസ് തൊപ്പിയും ധരിക്കാറില്ല. ഔദ്യോഗിക ചിഹ്നങ്ങൾ പരമാവധി ഒഴിവാക്കിയാണ് പോലീസുകാർ ഇവിടെ പെരുമാറുക. എന്നാൽ പോലീസുകാർക്ക് പരസ്പരവും ഭക്തർക്കും തിരിച്ചറിയാനുള്ള അടയാളങ്ങളൊക്കെ ഇവർക്കുണ്ടാകും. യൂണിഫോമിന്റെ ഭാഗമായ ഷർട്ടും അതിലെ പദവി ചിഹ്നങ്ങളുമെല്ലാം ഇട്ടിരിക്കും. കാക്കി പാൻസും ധരിക്കും. അയ്യപ്പന്മാരെയും പോലീസുകാർ സ്വാമി എന്നാണ് അഭിസംബോധന ചെയ്യുക. അയ്യപ്പന്മാർ തിരിച്ചും സ്വാമി എന്ന് വിളിക്കും. പോലീസ് അയ്യപ്പന്മാർ എന്നാണ് പൊതു അഭിസംബോധന. അതേസമയം അപൂർവം ചില സന്ദർഭങ്ങളിൽ പോലീസ് അവരുടെ ഡ്രസ് കോഡിലേക്കും മറ്റു പ്രോട്ടോകോളിലേക്കും മാറിയ സന്ദർഭങ്ങൾ ശബരിമലയിൽ ഉണ്ടായിട്ടുണ്ട്. 2018 അനിഷ്ട സംഭവങ്ങൾക്കിടയിലായിരുന്നു അത്. പോലീസ് അയ്യപ്പന്മാർ എന്ന വിശേഷണം അന്നവർ വേണ്ടെന്ന് വെച്ചു. യൂണിഫോം ഇൻസേർട്ട് ചെയ്യണമെന്നും ബൂട്ടും ബെൽറ്റും തൊപ്പിയും ധരിക്കണമെന്നും നിർദ്ദേശം ലഭിച്ചു. വലിയ നടപ്പന്തലിൽ ഉള്ളവർ ഹെൽമറ്റ്, ജാക്കറ്റ്, ലാത്തി എന്നിവ ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ടായി. പ്രശ്നങ്ങൾ ഒഴിഞ്ഞപ്പോൾ വീണ്ടും പോലീസ് പഴയ രീതികൾ തിരികെ കൊണ്ടുവന്നു. ഇപ്പോൾ സ്വാമി എന്ന് തന്നെയാണ് പോലീസുകാരെ വിളിക്കുന്നത്. അവർ തിരിച്ചും അങ്ങനെ തന്നെ അയ്യപ്പന്മാരെ അഭിസംബോധന ചെയ്യും. എന്നാൽ അതിനൊക്കെ എതിരാണ് ഇപ്പോഴത്തെ പോലീസുകാർ. വിവാദമായ ഫോട്ടോഷൂട്ട് വിഷയത്തിലും അവിശ്വാസികളായ പോലീസുകാരെ സന്നിധാനത്തേക്ക് വിടരുത് എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. മേൽശാന്തി ഉൾപ്പെടെയുള്ളവർ പവിത്രമായ 18ാം പടിയിലൂടെ അയ്യപ്പനെ തൊഴുത് പുറകോട്ടാണ് ഇറങ്ങുന്നത്. 18ാം പടിയുടെ പവിത്രതയും ആചാരവും ഒക്കെ അതായിരിക്കെ അയ്യപ്പനെ പുറം തിരിഞ്ഞു നിന്ന് ഫോട്ടോഷൂട്ട് നടത്താൻ അയ്യപ്പ വിശ്വാസികളായ ആർക്കും കഴിയില്ല. എന്നാൽ CPM-ന്റെയും പിണറായി സർക്കാരിന്റെയും ഹൈന്ദവ വിരുദ്ധതയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് 18ാം പടിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ കടുത്ത ആചാര ലംഘനം. എന്തായാലും അതിനെ തുടർന്ന് തന്നെയാണ്, അതിൽ യാതൊരു കൂസലുമില്ലാതെ അതിൽ അച്ചടക്ക നടപടികൾ ആ പോലീസുകാർക്ക് നൽകിയിട്ടും ഇനിയും എന്ത് വന്നാലും ഇത്രയൊക്കെ ഉള്ളൂ എന്ന ഒരു നിലപാട് തന്നെയാണ് ഈ പോലീസുകാർ ശബരിമല സന്നിധാനത്തിൽ സ്വീകരിക്കുന്നത്. ഇവിടെ എത്തിയിട്ടുള്ള പോലീസുകാരിൽ എത്ര പേർ വിശ്വാസികളായിട്ടുണ്ട് എന്നത് അന്വേഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ആചാരങ്ങൾ പാലിക്കാൻ പാടില്ലാത്ത ഒരൊറ്റ പോലീസുകാരനും ശബരിമലയിലേക്ക് പോകണ്ട എന്ന് തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.